الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ച തമ്പുരാൻ അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം പരിപൂർണ ഈമാനോടെ ഈ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ആശുപത്രികളിലും വീടുകളിലൊക്കെ വിശ്രമിക്കുന്ന ധാരാളം രോഗികളുണ്ട്. അല്ലാഹു എല്ലാവർക്കും പരിപൂർണമായ ശിഫ നസീബാക്കുമാറാകട്ടെ. മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധത്തിന്റെ കെടുതി പശ്ചിമേഷ്യയിൽ വീണ്ടും കനക്കുകയാണ്. അല്ലാഹു എല്ലാവിധ യുദ്ധഭീതിയും അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയിലും ലോകത്ത് മുഴുവനും അല്ലാഹു സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. AD 1631 ജൂൺ മാസം 17-ാം തീയതി ഡക്കാൻ പീഠഭൂമിയിലെ ബുർഹാൻപൂർ പ്രവിശ്യയിലെ അതിമനോഹരമായ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് 38-കാരിയായ മുംതാസും 39-കാരനായ ഷാജഹാനും കൂടി ചെസ് കളിക്കുകയാണ്. ആ ചെസ് കളിയുടെ ആവേശത്തിൽ രണ്ടുപേരും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുംതാസിന്റെ അടിവയറ്റിൽ നിന്നും ഒരു വേദന ഇങ്ങനെ കൊളുത്തിപ്പിടിക്കാൻ തുടങ്ങി. മുംതാസ് തന്റെ 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയുള്ള പ്രസവവേദനയായിരുന്നു അത്. ഷാജഹാൻ ചക്രവർത്തിക്ക് വേണ്ടി 13 കുഞ്ഞുങ്ങളെ മുംതാസ് പ്രസവിച്ചു കൊടുത്തിട്ടുണ്ട്. 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയുള്ള ആ പേറ്റുനോവ് പക്ഷേ അവരുടെ ജീവിതത്തിന്റെ അവസാനമായി മാറി. അമിതമായ രക്തസ്രാവം ഉണ്ടായപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി കൊട്ടാരത്തിലുണ്ടായിരുന്ന വൈദ്യന്മാരെല്ലാം കഠിനമായി പ്രയത്നിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനത്തെ തടഞ്ഞു നിർത്താൻ കൊട്ടാര വൈദ്യന്മാർക്കായില്ല. ഷാജഹാന്റെ പ്രിയതമ ഈ ലോകത്തോട് വിട പറയുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ പ്രിയതമന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കാര്യം സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. മുംതാസ് ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മൾ തമ്മിലുള്ള പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ പ്രണയമായിരിക്കണം. ഇനി നിങ്ങൾ ഒരു പെണ്ണിനെയും സ്നേഹിക്കരുത്. ഞാൻ പോയാലും നിങ്ങൾ ഇനിയൊരു വിവാഹം കഴിക്കരുത്. നിങ്ങൾ ഇനി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കരുത്. തന്റെ പ്രിയതമൻ ഷാജഹാൻ ചക്രവർത്തിയുടെ കൈപിടിച്ചുകൊണ്ട് മുംതാസ് മഹൽ ഇങ്ങനെ സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി അവർ പറഞ്ഞു: നമ്മൾ തമ്മിലുള്ള ഈ അനശ്വരമായ ഈ പ്രണയത്തിന്റെ സ്മാരകമായിട്ട് നിങ്ങളൊരു ഭംഗിയുള്ളൊരു സ്മാരകം നിർമ്മിച്ചുകൊണ്ട് എന്നെ അതിനകത്ത് കബറടക്കുകയും വേണം.
സമയമേറെ താമസിച്ചില്ല, മുംതാസ് മഹൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഷാജഹാൻ ചക്രവർത്തി ദുഃഖിതനായി തന്റെ അന്തപുരിയിലേക്ക് കയറി. ആഴ്ചകളോളം അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. തന്റെ എല്ലാം ആയിരുന്ന തന്റെ പ്രേയസി തന്നോട് വിട പറഞ്ഞ ദുഃഖഭാരത്താൽ അന്തപുരിയിലേക്ക് കയറിയ മനുഷ്യൻ പിന്നീട് ആഴ്ചകളോളം അവിടെ കതകടച്ചിരുന്നു. അദ്ദേഹം അകത്തേക്ക് കയറിപ്പോകുമ്പോൾ താടിരോമങ്ങളിൽ എണ്ണിയെടുക്കാവുന്നത്ര വെള്ള രോമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞ് ഷാജഹാൻ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഒരു തൂവെള്ള താടിക്കാരനായി മാറിയിരുന്നു. തന്റെ പ്രിയതമയുടെ മരണം അത്രമാത്രം ഷാജഹാനെ ദുഃഖത്തിലാഴ്ത്തിക്കെടുത്തു. ഇവിടെ ഷാജഹാന്റെ കൈപിടിച്ച് തന്റെ പ്രേയസി അവസാനം നടത്തിയ വസിയത്ത്, എനിക്ക് ശേഷം നിങ്ങൾ ഇനിയൊരു വിവാഹം കഴിക്കരുത് എന്നായിരുന്നു. എന്നാൽ ഇനി നമുക്ക് ചരിത്രം കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ നേരം തന്റെ പൊന്നോമന പുത്രി ഫാത്തിമയെ തങ്ങൾ അടുത്ത് വിളിച്ചുകൊണ്ട് ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു. വലത് ചെവിയിൽ പ്രവാചകൻ ആ രഹസ്യം പറഞ്ഞതോടുകൂടി ഫാത്തിമ കരയാൻ തുടങ്ങി. അപ്പോൾ മകളെ വിളിച്ച് ഇടത് ചെവിയിൽ പ്രവാചകൻ ഒരു രഹസ്യം പറഞ്ഞു. അത് പറഞ്ഞതോടുകൂടി ഫാത്തിമ ചിരിക്കാൻ തുടങ്ങി. എന്തായിരുന്നു മോളെ പ്രവാചകൻ ആ പറഞ്ഞ രഹസ്യമെന്ന് ആയിഷ ബീവി അടക്കം ചോദിച്ചിട്ടും പലപ്പോഴും പറഞ്ഞില്ല ഫാത്തിമ ബീവി. പ്രവാചകൻ രണ്ടാമത് പറഞ്ഞ രഹസ്യം ഇതായിരുന്നു: മോളെ, ഉപ്പ പോവുകയാണെങ്കിലും ആദ്യത്തെ ചെവിയിൽ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നീ കരഞ്ഞത്. ഞാൻ പോയാലും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ അടുക്കലേക്ക് നീ ആയിരിക്കും ആദ്യം വരിക. ഇത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ ചിരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ. 6 മാസം കഴിഞ്ഞു ഹിജറയുടെ 11-ാം വർഷം വിശുദ്ധ റമദാനിൽ ഫാത്തിമ ബീവി തന്റെ പ്രിയതമൻ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാനൊരു യാത്ര പോവുകയാണ്. അപ്പോൾ അലി ചോദിച്ചു: നീ ഒറ്റയ്ക്കാണോ നിന്റെ യാത്ര? അതെ, ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കാണ്. നിങ്ങളും എന്റെ മക്കളും എന്റെ കൂടെയില്ല. അപ്പൊ നീ എന്നാണ് തിരിച്ചു വരിക? ഇനി ഞാൻ തിരിച്ചു വരുന്നില്ല, നമുക്ക് പരലോകത്ത് കാണാം. എനിക്ക് എന്റെ ഉപ്പയുടെ അടുക്കിലേക്ക് പോകാൻ സമയമായി. ഇത് ഫാത്തിമ ബീവി പറയുമ്പോഴാണ് ഫാത്തിമ ഏതൊരു യാത്രയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടത്. തന്റെ ജീവിതത്തിൽ തന്റെ കൂടെ ചേർന്ന് നിന്ന തന്റെ എല്ലാമായ ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു അന്ന് 32-33 വയസ്സാണ് പ്രായം. ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് മനസ്സിലാക്കിയ അലി റളിയല്ലാഹു അൻഹു ദുഃഖിതനായിരിക്കുമ്പോൾ ആ അലിയുടെ കൈപിടിച്ചുകൊണ്ട് ഫാത്തിമ നടത്തുന്നൊരു വസിയത്ത്. ആ വസിയത്ത് ഇങ്ങനെയാണ്: ഞാൻ പോകുകയാണ്, പക്ഷെ എനിക്ക് മക്കളുണ്ട്. ഞാൻ പോയാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. അത് ഉമാമയെ തന്നെ വിവാഹം കഴിക്കണം. ഉമാമ എന്നുള്ളത് അബുൽ ആസിന്റെ മകളാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബിന്റെ മകളാണ് ഉമാമ. സൈനബത്തിന്റെ ഭർത്താവാണ് അബുൽ ആസ്. അപ്പൊ എന്റെ സഹോദരിയായ സൈനബിന്റെ മകൾ ഉമാമയെ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫാത്തിമ അലിയാരോട് പറഞ്ഞ വസിയത്താണ് അവസാനം. കാരണം ഫൈനഹ തകൂനു മിസ്ലി ലി വലദി, എന്റെ സഹോദരിയുടെ മകളാകുമ്പോൾ എന്നെ പോലെ എന്റെ മക്കളെ നോക്കിക്കൊള്ളു. അതുകൊണ്ട് നിങ്ങൾ ഉമാമയെ വിവാഹം കഴിക്കണമെന്ന് തന്റെ അന്ത്യവസിയത്തായി ഫാത്തിമ ബീവി തന്റെ ഭർത്താവ് അലിയോട് പറയുന്നുണ്ട്. ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമയുടെ വസിയത്ത് നിറവേറ്റിക്കൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു അതേ ഉമാമയെ തന്നെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ മുഹമ്മദുൽ ഔസത്ത് എന്ന പേരിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു. ആ ബന്ധം അങ്ങനെ തുടരുകയും ചെയ്തു. ഞാൻ ഈ 2 സംഭവങ്ങളും നിങ്ങളുടെ മുന്നിൽ വെച്ചത്, വൈദവ്യം എന്നുള്ളത് ഭൂമി ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ്. ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മാത്രം ജീവിക്കേണ്ട ഒരു അവസ്ഥ. ഭർത്താവ് മരിച്ചുപോയി, ആ ഭാര്യ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ. ഇതിനാണ് വൈദവ്യം എന്ന് പറയുക. ഇത് ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന വലിയ ദുരിതങ്ങളിലും ഒന്നാണ്. ഒരു പെണ്ണ് വിധവയായിത്തീരുക.
ഭർത്താവ് മരിച്ചാൽ ആ പെണ്ണിനെ കുറിച്ച് വിധവ എന്നാണ് പറയുക. ഭാര്യ മരിച്ച ഭർത്താവിനെ കുറിച്ച് വിതുരൻ എന്നാണ് മലയാളത്തിൽ പറയുക. വിതുരൻ. ചില നാടുകളിലൊക്കെ വിധവൻ എന്ന് പറയാറുണ്ട്. അതിന്റെ ശരിയായ മലയാളം വിതുരൻ എന്നാണ്. അപ്പൊ ഭാര്യ വിധവയാകുന്നു, ഭർത്താവ് വിതുരനായിത്തീരുന്നു. ഈ അവസ്ഥ വലിയ പ്രയാസകരമായ ഒന്നാണ് ഈ ഭൂമി ലോകത്ത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധവകൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞത്. അസ്സാഇ അലൽ അർമിലത്തി കസ്സാഇ ഫീ സബീലില്ലാഹ്. ഒരാളൊരു വിധവയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെ പോലെയാണ്. ഒരു വിധവയെ സംരക്ഷിക്കുക, വിധവയെ സഹായിക്കുക. ഹദീസ് ഇങ്ങനെ തുടരുന്നുണ്ട്. കൽ ഖായിമിൽ ലദീ ലാ യഫ്തുറു വകസ്സായിമിൽ ലദീ ലാ യുഫ്തിറു. തളരാതെ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്, മുറിക്കാതെ നോമ്പ് പിടിക്കുന്നവനെ പോലെയാണ് വിധവകളെ സേവിക്കുന്നവൻ, വിധവകളെ അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവൻ. സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ അദുല്ലിക്കും അലാ അഫ്ളലി സദഖ. സഹാബാക്കളെ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സദഖയെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അവർ പറഞ്ഞു, അതേ നബി, അങ്ങനെ ഒരു സദഖയുണ്ടെങ്കിൽ പറഞ്ഞു താട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നതുക മർദൂദത്തുൻ ഇലൈക വലൈസ ലഹാ കാസിബുൻ ഗൈറുക. നിന്റെ മകളെ നീ വിവാഹം ചെയ്തു വിട്ടു, അവൾ ഒരിക്കൽ വിധവയായി നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നീ അവൾക്ക് വേണ്ടി ചെയ്യുന്ന സദഖയാണ് അഫ്ളലു സദഖ, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ. വലൈസ ലഹാ കാസിബുൻ ഗൈറുക. വിധവയായ നിന്റെ മകൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ, അവളെ സംരക്ഷിക്കാനും അവൾക്ക് വേണ്ടി സ്വത്ത് കൊടുക്കാനും നീയല്ലാതെ ആരുമില്ല. അപ്പോൾ നിന്റെ സമ്പത്ത് നീ നിന്റെ മകൾക്ക് കൊടുക്കലാണ് ഏറ്റവും പുണ്യമായ സദഖ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സ്വന്തം മകള് വിധവയായി വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി സ്വത്ത് കാത്തുവെക്കുക. എത്ര പുണ്യമാണ് ആ കാര്യം. അതുകൊണ്ട് വൈധവ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ പ്രയാസമാണ്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും വസുഫഹാഹു ഖദ്ദൈനി, കവിൾത്തടം കറുത്ത പെണ്ണും, ഞാനും കവിൾത്തടങ്ങൾ രണ്ടും കറുത്ത പെണ്ണും. ഏതാണ് ഈ കവിൾത്തടം കറുത്ത പെണ്ണ്? വിധവയായ പെണ്ണ്. അവൾ തന്റെ മക്കളെ പോറ്റാൻ വേണ്ടി പണിയെടുത്ത് കവിൾത്തടങ്ങൾ കറുത്തുപോയി. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ഞാനും ആ പെണ്ണും കഹാത്തൈനി, സ്വർഗത്തിൽ കിടക്കുന്ന ഇതുപോലെയായിരിക്കുമെന്ന് രണ്ട് വിരലുകൾ പ്രവാചകൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു. അവൾ വിവാഹം കഴിച്ചില്ല, പുനർവിവാഹത്തിന് അവൾ തയ്യാറായില്ല. അവൾ അവളുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അങ്ങനെ പണിയെടുത്തു, കവിൾത്തടങ്ങൾ കറുത്തുപോയി. ഞാനും ആ പെണ്ണും ഒരുമിച്ച് സ്വർഗത്തിൽ കിടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വൈധവ്യം എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, മുമ്പൊക്കെ ഭാരതത്തിൽ ഭർത്താവ് മരിച്ച പെണ്ണിന് തന്റെ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണമായിരുന്നു. ഇതിനാണ് സതി എന്ന് പറയുക. രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കി ഭാരതത്തിൽ. അവൾക്കൊരു പുനർവിവാഹത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ ചിതയിൽ അവളുടെ ജീവൻ ഹോമിക്കലല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നല്ലേ ഈ ഭാരതത്തിൽ. ഇന്ന് കാര്യങ്ങൾ മാറി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുനർവിവാഹം ചെയ്യപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. ഇന്ന് സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നില്ല. സാമൂഹ്യമായ വിലക്കുകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുനർവിവാഹത്തിനില്ല. തന്നെയല്ല, വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം സംഘടനകൾ ഇന്ന് തയ്യാറാണ്. സർക്കാർ തന്നെ വിധവ പെൻഷൻ കൊടുക്കുന്നുണ്ട്. തന്നെയല്ല, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആൺമക്കൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും ആൺമക്കളോടൊപ്പം ചേർന്ന് നിന്ന് ജീവിച്ചു പോകും. ഉമ്മയുടെ കൂടെ കൂടി ഉമ്മയെ നോക്കിക്കൊണ്ട് ആ മക്കള് ഉമ്മയെ സംരക്ഷിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളിയായിട്ടൊന്നും വരുന്നില്ല. പക്ഷെ ഇത് വെല്ലുവിളിയായി വരുന്നൊരു വിഭാഗമുണ്ട്. അത് ഭാര്യമാര് മരിച്ച ഭർത്താക്കന്മാരുടെ വിഷയത്തിലാണ്. അതൊന്നൊരു പ്രധാന പ്രശ്നമായി എവിടെയും അവശേഷിക്കുകയാണ്. അവരുടെ കാര്യം വലിയ കഷ്ടമാണ്. സത്യത്തിൽ ഒരു ഭാര്യ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ ഒരു ചിറക് ഒടിഞ്ഞു പോകുക എന്നതിന്റെ അർത്ഥം. പിന്നെ അതിന് പറക്കാൻ കഴിയില്ല. ഭാര്യ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെയാണ് പിന്നെ ആ മനുഷ്യൻ. അവന്റെ എല്ലാം അവന് നഷ്ടപ്പെടുകയാണ്. കാരണം ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാമാണ്.
വിശുദ്ധ ഖുർആൻ ഭാര്യയ്ക്ക് വേണ്ടി രണ്ട് വാക്കേ പ്രയോഗിച്ചിട്ടുള്ളൂ. ഭാര്യ എന്ന് പോലും ഉള്ള ഭാഷ അത് ഖുർആനിക ഭാഷയല്ല, തെറ്റാണത്. ഖുർആനിൽ ഉപയോഗിച്ച ഒരു വാക്ക് സൗജ എന്നാണ്, ഇണ തുണ. മറ്റൊരു വാക്ക് സ്വാഹിബത്ത് എന്നാണ്, കൂട്ടുകാരി. മൂന്നാമതൊരു വാക്ക് ഖുർആൻ ഉപയോഗിക്കുന്നില്ല. എത്ര നല്ല പ്രയോഗമാണ്! ഇണയാണ്, തുണയാണ്, എന്റെ കൂട്ടുകാരിയാണ്, എന്റെ പ്രേയസിയാണ്. ഈ നിലയ്ക്കാണ് ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ജലാലുദ്ദീൻ റൂമി തന്റെ മസ്നവി കഥകളിൽ ദമ്പതികളെ ഉദാഹരിച്ചുകൊണ്ടൊരു കഥ വിവരിക്കുന്നുണ്ട് അദ്ദേഹം. ഒരു ദിവസം വെളിയിൽ പോയ കാമുകൻ എന്നാണ് അദ്ദേഹത്തിന്റെ കഥയിൽ അദ്ദേഹം പറയുന്നത്. കാമുകൻ ഒരു ദിവസം വെളിയിൽ പോയി. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് വീടിൽ കോളിംബെൽ അടിച്ചു. അപ്പോൾ കാമുകി അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു, ആരാണത്? അപ്പോൾ കാമുകൻ പറഞ്ഞു, ഞാനാണ്. ഇവള് വാതിൽ തുറന്നില്ല. വാതിൽ തുറക്കാതായപ്പോൾ ഇദ്ദേഹം വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വന്ന് ബെല്ലടിച്ചു. അപ്പോഴും അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു, ആരാണത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോഴും വാതിൽ തുറന്നില്ല. വീണ്ടും അയാൾ വീടിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. മൂന്നാമത് വന്ന് ബെല്ലടിച്ചു. അകത്തുനിന്ന് കാമുകി ചോദിച്ചു, ആരാണത്? അപ്പോഴാണ് കാമുകന് ബുദ്ധി ഉദിച്ചത്. പറയേണ്ടത് എന്താണെന്ന് തോന്നിയത്. അയാൾ പറഞ്ഞു, നീ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ വാതിൽ തുറന്നു. അവന്റെ തോളിൽ കൈയിട്ടിങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ അവൾ പറഞ്ഞു, ഈ വീട്ടിൽ രണ്ടുപേർക്ക് സ്ഥലമില്ല, ഒരാൾക്കേ സ്ഥലമുള്ളൂ. ഒന്നും രണ്ടും മറുപടി പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളും വേറെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല. മൂന്നാമത് ഞാൻ തന്നെയാണെന്ന് മറുപടി പറഞ്ഞപ്പോൾ നീയും ഞാനും ഒന്നാണെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ വാതിൽ തുറന്നത്. ഇതാണ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരൻ. ഇവിടെയാണ് ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചുകൊണ്ട് ഭാര്യ പെട്ടെന്നങ്ങ് മരിക്കുകയാണ്. ആ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് തീർത്തും ഒറ്റപ്പെടുകയാണ്. ആരുണ്ടെന്ന് പറഞ്ഞാലും ഭാര്യയ്ക്ക് മാത്രം ഭാര്യ മാത്രം. എത്ര മക്കളുണ്ടെങ്കിലും, ആൺമക്കളുണ്ടെങ്കിലും പെൺമക്കളുണ്ടെങ്കിലും, നിങ്ങൾ എത്ര 1000 കൊടുത്തുകൊണ്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തിക്കൊടുത്തിയാലും ഭാര്യയ്ക്ക് പകരം ഭാര്യ മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ, വേറെ ആരും പകരാവൂല. അതുകൊണ്ടല്ലേ ശ്രീ ശങ്കരാചാര്യര് പറഞ്ഞത്, മലമയി ശയ്യി എന്ന് അദ്ദേഹം അമ്മയെ കുറിച്ച് ഉദാഹരിക്കുന്നുണ്ട്. നമ്മളൊന്ന് തളർന്ന് കിടന്നുപോയി, കിടക്കുന്നിടത്ത് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായാൽ സന്തോഷത്തോടു കൂടി നമ്മുടെ മലവും മൂത്രവും വൃത്തിയാക്കാൻ ഈ ലോകത്ത് 2 പേർക്കേ കഴിയുള്ളൂ. 2 പെണ്ണുങ്ങളാണ്. ഒന്ന് നമ്മുടെ ഉമ്മയാണ്, മറ്റൊന്ന് നമ്മുടെ ഭാര്യയാണ്. മൂന്നാമതൊരു പെണ്ണ്, അവൾ ആരായിരുന്നാലും ശരി, എത്ര സ്നേഹമുള്ള മകളായിരുന്നാലും നമ്മൾ കിടക്കുന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ ആത്മാർത്ഥതയോടെ ഈ ഭൂമി ലോകത്തൊരു പെണ്ണിനും കഴിയില്ല, ഒരു ഹോം നേഴ്സും ചെയ്യില്ല. സ്നേഹത്തോടെ സന്തോഷത്തോടെ അത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് ഉമ്മയാണ്, പിന്നൊന്ന് ഭാര്യയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത്, അമ്മയോട് ചോദിച്ചത്, മലമയി ശയ്യി, അമ്മയെ പലപ്പോഴും എന്റെ മലത്തിന്റെ മുകളിൽ നിങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടല്ലേ, നിങ്ങളുടെ വിരിപ്പന്റെ മലമായിരുന്നു അല്ലേ എന്ന് ശങ്കരാചാര്യർ ചോദിച്ചു. സഹോദരൻ, അവിടെയാണ് ഒരു ഭർത്താവ് ഭാര്യ മരണപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടൽ വല്ലാതെ ഒറ്റപ്പെടലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ ബിവി മരിച്ചു, വഫാത്തായി. തങ്ങളുടെ എല്ലാമായിരുന്നു ഖദീജ, എല്ലാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ പ്രവാചകൻ പലപ്പോഴും ഖദീജ ബിവിയെ കുറിച്ച് ഇങ്ങനെ ഓർക്കും. ഇത് ആയിഷ ബിവിക്ക് പലപ്പോഴും ഇഷ്ടപ്പെടൂല. ഒരിക്കൽ ആയിഷ ബിവി ചോദിച്ചു, ആ കിളവിയായ പെണ്ണിനെ കുറിച്ച് എപ്പോഴും എന്തിനായി പറയണത്? പ്രവാചകൻ അന്ന് ദേഷ്യപ്പെട്ടതുപോലെ ആയിഷ ബിവിയോട് പിന്നീട് ദേഷ്യപ്പെട്ടിട്ടില്ല. പ്രവാചകൻ ചോദിച്ചു, നിനക്ക് കിളവിയാണ് ഖദീജ അല്ലേ, നിനക്കറിയുമോ ഖദീജ ആരാണെന്ന്? ജനങ്ങൾ മുഴുവനും എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നിൽ വിശ്വസിച്ച ആളാണ് ഖദീജ. ജനങ്ങളെല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ, ജനങ്ങളെല്ലാം എന്നെ കളവാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ച ആളാണ് എന്റെ ഖദീജ. ആളുകളെല്ലാം എനിക്ക് സമ്പത്ത് തരാതിരുന്നപ്പോൾ സമ്പാദ്യം മുഴുവനും എനിക്ക് തന്നുകൊണ്ട് എന്നെ ചേർത്ത് നിർത്തിയ ആളാണ് എന്റെ ഖദീജ. നിനക്ക് അവളൊരു കിളവിയാണല്ലേ. ഖദീജ ബിവി വഫാത്തായ വർഷത്തിന്റെ പേര് ചരിത്രം രേഖപ്പെടുത്തിയത് ആമുൽ ഹുസ്ൻ എന്ന ദുഃഖവർഷമാണത്. കാരണം പ്രവാചകന്റെ അബൂ താലിബ് വഫാത്തായി, മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ ഖദീജ ബിവി വഫാത്താകുകയാണ് അതേ വർഷം. ദുഃഖവർഷമായിരുന്നു. കാരണം ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സപ്പോർട്ട് നൽകാൻ ഈ ഭൂമിലോകത്ത് പടച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആള് ഭാര്യയാണ്. നമുക്ക് സപ്പോർട്ടാണ്. പ്രവാചകൻ ഹിറാ ഗുഹയിലേക്ക് പോയില്ലേ, ആദ്യം
ഹിറാ ഗുഹയിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ചു വരുന്ന സമയത്ത് പ്രവാചകൻ പേടിച്ചു വിറച്ചാണ് വരുന്നത്. ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടെന്ന് പറഞ്ഞാ പ്രവാചകൻ വരുന്നത്. അവിടെ ഖദീജ എന്താ ചെയ്യുന്നറിയുമോ? ഖദീജ ഒന്നും ചോദിച്ചില്ല, പ്രവാചകനെ പുതപ്പിട്ട് മൂടി. വിഷമവും പ്രയാസമൊക്കെ മാറിക്കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തു പറ്റി അങ്ങേക്ക്? അപ്പോൾ അനുഭവമെല്ലാം പ്രവാചകൻ പറഞ്ഞു. ജിബ്രീലിനെ കണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഖദീജ ബി പറഞ്ഞൊരു വാക്കല്ല, വേണ്ട നബി, പേടിക്കണ്ട, ഭയപ്പെടണ്ട. വല്ലാഹി ലാ യുഹ്സിക്കല്ലാഹ്, അള്ളാഹു ഒരിക്കലും താങ്കളെ പരാജയപ്പെടുത്തൂല, ഇതൊക്കെ നല്ലതിനാണ്. അവിടെ ഖദീജ ബി മോഹാലിസ്യപ്പെട്ട് വീണില്ല, പ്രവാചകനെ കുറ്റപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. പ്രവാചകൻ സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സപ്പോർട്ട് തരാൻ കഴിയുന്ന ഈ ഭൂമിലോകത്തെ ഏറ്റവും മികച്ചയാള്, ഏറ്റവും നല്ലയാള് നമ്മുടെ ഭാര്യയാണ്. ഈ ഭാര്യ മരണപ്പെടുന്നതോടുകൂടി ഒരു ഭർത്താവ്, ഒരു പുരുഷൻ തീർച്ചയായിട്ടും ഒറ്റപ്പെടുകയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് വഴികളുണ്ട്. പുനർവിവാഹത്തിന് സാമൂഹികമായ തടസ്സങ്ങളില്ല, ആരും തടസ്സം നിൽക്കൂല. അവരെ സംരക്ഷിക്കാൻ സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പ്രശ്നമല്ലത്. നമ്മുടെ നാട്ടിൽ സമൂഹം പുനർവിവാഹത്തിന്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുനർവിവാഹത്തിന് വലിയൊരു പ്രശ്നം കാണുകയാണ്. ഭാര്യ മരിച്ച പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല. ഞാനിത് പറയേണ്ടി വന്നത് പൊതുവെ ഇത്തരം ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇവിടെയും ഇത്തരം ചില പരാതികൾ ഓഫീസിൽ വരുന്നു എന്ന് പ്രസിഡന്റ് അറിയിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. ഭാര്യ മരിച്ചാൽ പിന്നെ ഒരു പുനർവിവാഹം കഴിക്കാൻ പാടില്ല. ആദ്യം തടസ്സം നിൽക്കുന്നത് മക്കളായിരിക്കും, സമൂഹമായിരിക്കില്ല. സമൂഹവും തടസ്സം നിൽക്കും. വാപ്പ വേറെ വിവാഹം കഴിക്കാൻ മക്കൾ തടസ്സം നിൽക്കും. അവരുടെ ഒന്നാമത്തെ പ്രശ്നം സമ്പത്താണ്. വാപ്പ ഇനി ഒരു വിവാഹം കഴിച്ചാൽ ആ ഭാര്യയ്ക്ക് 8 ഓഹരി കൊടുക്കണം. അതിലെങ്ങനെ മക്കളുണ്ടായാൽ ആ മക്കൾക്ക് ഓഹരി കൊടുക്കണം. ഇതാണ് മക്കളുടെ ഒന്നാമത്തെ പ്രശ്നം. എന്റെ സ്നേഹമുള്ള മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ കൊടുക്കുന്ന സ്നേഹമോ നിങ്ങളുടെ ഭാര്യമാരോ ഒന്നും ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് പകരമല്ല. നിങ്ങൾ ഈ സ്വത്ത് പോകുമെന്ന് പേടിച്ചിട്ട് വാപ്പയുടെ പുനർവിവാഹത്തിന് തടസ്സം നിൽക്കരുത്. തെറ്റാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തിട്ട് ഹംബലി മദ്ഹബിൽ ഇമാം ഇബ്നു ഖുദാമ തന്റെ മുഖനിയിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഒരാളുടെ ഭർത്താവ്, ഭാര്യ മരണപ്പെട്ടു, അയാൾ തെറ്റിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തി. ഒരു സ്ത്രീ ഇല്ലാതെ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ വാപ്പയ്ക്ക് ആവശ്യമായ മഹ്റ് കൊടുത്തുകൊണ്ടും വാപ്പയ്ക്കും വാപ്പയുടെ 2ാം ഭാര്യയ്ക്കും ജീവിക്കാൻ ആവശ്യമായ ചെലവ് കൊടുത്തുകൊണ്ടും ആ വാപ്പയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൽ മക്കൾക്ക് നിർബന്ധമാണെന്ന അഭിപ്രായമാണ് ഹംബലി മദ്ഹബിൽ ഇമാം ഇബ്നു ഖുദാമ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിർബന്ധമാണ്. മകന്റെ സാമ്പത്തികത്തെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ അവന് കഴിയുമെങ്കിൽ വാപ്പയ്ക്ക് കല്യാണം കഴിക്കാൻ ആവശ്യം മഹറും കൊടുത്ത് ചെലവും കൊടുത്തുകൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അതിന് 3 തെളിവുകളാണ് ഇബ്നു ഖുദാമ പറഞ്ഞത്. ഒന്ന് ഖുർആൻ തന്നെ തെളിവാണ്. മാതാപിതാക്കളോട് നല്ല നിലയിൽ നിങ്ങൾ ദുനിയാവിൽ സഹവസിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വാപ്പയ്ക്ക് കല്യാണം ആവശ്യമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കൽ മക്കളുടെ നിർബന്ധ ബാധ്യതയാണ്. 2 ഹദീസ് തെളിവാണ്. ഒരു മകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരാതിയുമായി വന്നു. എന്താ പരാതി എന്നറിയോ? റസൂലെ, എന്റെ വാപ്പ ഞാൻ അറിയാതെ പൈസ എടുക്കുകയാണ് പോക്കറ്റിൽ നിന്ന്. അപ്പൊ റസൂല് അവനോട് പറഞ്ഞത്, അന്തവ മാലുക്കലി അബീക്കാന്നാണ്. നീയും നിന്റെ വാപ്പയുടേതാണ്, നിന്റെ സമ്പത്തും നിന്റെ വാപ്പയുടേതാണ്, വാപ്പ എടുത്തോട്ടെ എന്നാണ്. നിന്റെ സമ്പത്തെടുക്കാൻ വാപ്പയ്ക്ക് അനുവാദമൊന്നും വേണ്ട. നീ നിന്റെ വാപ്പയുടെ അതുപോലെ നിന്റെ സമ്പത്തും നിന്റെ വാപ്പയുടേതാണ്. ഈ ഹദീസും പ്രമാണമാക്കിക്കൊണ്ട് പറയുന്നു, മകന് സമ്പത്ത് എന്ന് പറയുന്നത് പ്രത്യേക ഒരു സമ്പത്തല്ല. അതുകൊണ്ട് തന്നെ മകന്റെ സമ്പത്ത് കൊണ്ട് മകൻ വാപ്പയ്ക്ക് ഒരു പുനർവിവാഹത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഖിയാസും തെളിവാണ്. വാപ്പയ്ക്ക് ചെലവിന് കൊടുക്കൽ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ വാപ്പയ്ക്ക് ആവശ്യമായ മഹറും മറ്റു കാര്യങ്ങളും കൊടുക്കലും മക്കൾക്ക് നിർബന്ധമാണ്. ബാക്കി 3 മദ്ഹബിന്റെ ഇമാമികളും പറയുന്നത് ഒരു നിർബന്ധ ബാധ്യത എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ പോലും അത് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഒരു കടമകളിൽപ്പെട്ട ഒരു മുസ്തഹബായ ഒരു കടമയായിട്ട് തന്നെ കാണണമെന്നാണ് ഷാഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായം. അതുകൊണ്ട് ഒരിക്കലും വാപ്പയ്ക്ക് അങ്ങനെ ഒരു കല്യാണം ആവശ്യമുണ്ടെങ്കിൽ ഒരു മക്കളും തടസ്സം നിൽക്കാൻ പാടില്ല. ചുരുങ്ങിയ പക്ഷെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ പോലും, നിങ്ങൾ മഹറും ചെലവൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതിന്റെ തടസ്സമെങ്കിലും നിൽക്കരുത്. ആ മനുഷ്യൻ അങ്ങനെ ഒരു വിവാഹ ആവശ്യമുണ്ടെങ്കിൽ നടക്കട്ടെ. അതിനെന്താ തെറ്റിരിക്കുന്നത്? നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നുള്ള പേടി വേണ്ട. ഇതൊന്നും ഈ കബറിലേക്ക് പോവില്ല. വാപ്പ സുഖമായി ജീവിക്കട്ടെ, സ്വസ്ഥമായി ജീവിക്കട്ടെ.
രണ്ടാമത്തെ നാണംകേടിന്റെ വിഷയമാണ്. വാപ്പ അല്ലാണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ റോട്ടിലിറങ്ങി നടക്കുക എന്നാ. ഈ കല്യാണം കഴിക്കലൊന്നും ലോകത്ത് നടക്കാത്തൊരു കാര്യം പോലെയാണ് മനസ്സിലാക്കുന്നത് ചിലരൊക്കെ. എത്രയോ ആളുകളുണ്ട് രണ്ടാമത് വിവാഹം കഴിച്ച. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യ ഷെരീഫ ബീവി വഫാത്താകുന്നത് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്ന സമയത്താണ്, 2006. ഭാര്യ മരിച്ച കാര്യം തങ്ങളെ അറിയിച്ചില്ല. കാരണം തങ്ങൾക്ക് അത് അറിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. തങ്ങൾക്കെന്ന് 70 വയസ്സുണ്ട്. ഭാര്യ മരിച്ചു. തിരിച്ചു വന്ന സമയത്ത് വീട്ടിൽ കയറിയപ്പോൾ ഉമർ അലി ശിഹാബ് തങ്ങളാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ എന്നും വരുമ്പോൾ ഇവിടെ ഉണ്ടാകാറുള്ള നിങ്ങളുടെ ഭാര്യ ഇന്നിവിടെ ഇല്ല. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന തങ്ങളോട് ഭാര്യ മരണപ്പെട്ട വിവരം വളരെ ദുഃഖത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. തങ്ങൾ അസ്വസ്ഥനായില്ല. അവൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു. വിവാഹം കഴിച്ചു. ഫാത്തിമ ബി വിവാഹം കഴിച്ചു. 70ാമത്തെ വയസ്സിൽ ശിഹാബ് തങ്ങൾ വിവാഹം കഴിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം 70 വയസ്സായ പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു 15-ആർക്കും 20-ആർക്കും 25-ആർക്കും പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയാണ്. ബാക്കിയുള്ളവർക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അങ്ങനെയൊന്നും മനസ്സിലാക്കരുത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ വിരാമത്തോടുകൂടി അവരുടെ വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പിന്നെ അവർക്കൊരു പുരുഷനോടൊന്നും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിക്ക് ഈ വിഷയം പറയുന്ന പരസ്യമായി പറഞ്ഞ ചില പരിമിതികളുണ്ട്. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പുരുഷന്റെ അവസ്ഥ അങ്ങനെയല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് പ്രായം എത്ര ചെന്നാലും ഒരു സ്ത്രീയോടുള്ള താല്പര്യം സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകും. അതിന് പടച്ച നമ്പുരാൻ അനുവദിച്ച മാർഗമല്ലേ വിവാഹം എന്നുള്ളത്. പിന്നെ ഈ വാപ്പ എന്ത് ചെയ്യണം? ഹറാമിലൂടെ പോകണോ? അത് ഇതിനേക്കാൾ കുറ്റകരമല്ലേ? അതല്ലേ കുറ്റകരം. പരിശുദ്ധ ഖുർആൻ വിവാഹത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞ 2 കല്യാണത്തെ കുറിച്ചാണ്, ഒന്നിനെ കുറിച്ചല്ല. നിങ്ങൾക്ക് യത്തീമക്കളുടെ വിഷയത്തിൽ യത്തീമിനെ വിവാഹം കഴിച്ചാൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ 2 കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ 3 കഴിക്കുക, അല്ലെങ്കിൽ 4 കഴിക്കുക. നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ വാഹിദത്തെ 1 കഴിക്കാൻ അവസാന പറഞ്ഞത്. ഒന്നിനെ കുറിച്ച് അവസാന പറയുന്നത്. ഒരേ സമയത്ത് പോലും ഒന്നിലധികം ഭാര്യമാരെന്നുള്ളത് ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശമായ കാര്യമല്ല. എന്നിരിക്കെ സ്വന്തം ഭാര്യ മരണപ്പെട്ടു പോയി, ആ മനുഷ്യന് പുരുഷന്മാരുടേതായ താല്പര്യങ്ങളുണ്ട്, അയാളെ സംരക്ഷിക്കാൻ ഒരാളില്ല, അയാൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു വിവാഹത്തിന് വേണ്ടി മുതിരുമ്പോൾ ഈ മക്കൾ അതിന് തടസ്സം നിൽക്കുക എന്നുള്ളത് എത്ര ക്രൂരമായ ഏർപ്പാടാണ്. അർബഉ മിൻ സഅദത്തിൽ മറ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന്റെ വിജയം 4 കാര്യങ്ങളിലാണ്. 4 കാര്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ വിജയിച്ചു. 1 അൽ മറഅത്തു സാലിഹ, സാലിഹ ഒരു ഭാര്യ. 2 വിശാലമായ ഒരു വീട്. 3 നല്ലൊരു വാഹനം. 4 നല്ലൊരു അയൽവാസി. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കുറവ് സംഭവിച്ചാൽ മനുഷ്യൻ അസ്വസ്ഥനാകും. ഭാര്യ നല്ലതല്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഇല്ലെങ്കിൽ അവൻ അസ്വസ്ഥനാകും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, പലപ്പോഴും ഈ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത് ബെഡ്റൂമിൽ നിന്നായിരിക്കും. ഒരു മനുഷ്യൻ ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തനാണെങ്കിൽ, ബെഡ്റൂമിൽ തൃപ്തനാണെങ്കിൽ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവൻ അഡ്ജസ്റ്റ് ചെയ്യും. ബെഡ്റൂമിൽ സംതൃപ്തി ഇല്ലാതെ വരുമ്പോഴാണ് പല രീതിയിലും ഭാര്യ ഭർത്താക്കന്മാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. പ്രശ്ന കാരണം അതായിരിക്കും, പക്ഷെ പലർ അവരത് പറയില്ല. ബെഡ്റൂമിൽ അസംതൃപ്തിയാണ്. അവിടെ ബെഡ്റൂമിൽ തൃപ്തി ഉണ്ടായാൽ എന്തെല്ലാം പോരായ്മകൾ ഭാര്യയിലുണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും മനുഷ്യൻ. അപ്പൊ ഈ ഭാര്യ മരണപ്പെട്ട ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഒരു വിവാഹത്തിന് ഇനി അവസരം ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ പ്രകോപിതനാവും, വയലന്റ് ആവും. അത് സ്വാഭാവികമാണ് മനുഷ്യനെ. വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് 3 കാര്യങ്ങളാണ് വിവാഹത്തിന്റെ ലക്ഷ്യം. 1 സന്താനങ്ങൾ ഉണ്ടാകലാണെങ്കിൽ, മറ്റൊന്ന് ശരീരത്തിൽ കെട്ടിക്കിടന്നാൽ മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന മനുഷ്യന്റെ ശുക്ലം വെളിയിൽ പോകലാണ്. അതിങ്ങനെ കെട്ടിക്കിടക്കാൻ പാടില്ല, വെളിയിൽ പോകണം. അതിന് പടച്ചോ നിശ്ചയിച്ച വഴിയാണ് വിവാഹം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഹറാമാണ്. അവിടെയാണ് ഒരു ഇണയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ഇണയോടൊപ്പം ജീവിതം നയിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത്. ആ ഇണ എന്ന് പറയുന്നത് ഇവന്റെ എല്ലാമാണ്, സ്വാഹിബത്താണ്, കൂട്ടുകാരിയാണ്. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞല്ലോ, വാഹനാപകടത്തിൽ ഭാര്യ മരണപ്പെട്ടു, നഷ്ടപരിഹാരം ഹൈക്കോടതി വിധിച്ചത് കുറഞ്ഞുപോയി. 8 ലക്ഷത്തിൽ ചില്ലാന് രൂപ കൊടുത്താൽ മതി എന്ന് ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അതിനെ തിരുത്തിയിട്ടുണ്ട്. പോരാ, 62 ലക്ഷത്തിൽ ചില്ലാനും രൂപ കൊടുക്കണം എന്നാ പറഞ്ഞത്. ഒരു മാസത്തെ ഒരു പെണ്ണിന്റെ ജോലിക്ക് 30,000 രൂപയാണ് കോടതി വിലയിട്ടത്. വീട്ടുപണിക്ക് വിലയിട്ടിരിക്കുന്നു. അപ്പൊ ഒരു പെണ്ണെന്ന് പറയുന്നത് വീട്ടുപണിക്ക് മാത്രമല്ലല്ലോ, എന്തെല്ലാം ഒരു സേവനം ഒരു പെണ്ണിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ഭാര്യയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം മൂല്യം നിശ്ചയിക്കാൻ നോക്കിയാൽ ഒരു കോടതിയെ കൊണ്ട് മൂല്യം നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹ.
ഈ ദുനിയാവിൽ എല്ലാത്തിനും വിലയുണ്ട്. പക്ഷേ ഏറ്റവും വിലയുള്ള സാധനം ഒരു ഭാര്യ തന്നെയാണ്. ഭാര്യയുടെ വില കൽപ്പിക്കാൻ കൽപ്പില്ല. ഭാര്യയ്ക്ക് വിലയിടാൻ നോക്കിയാൽ നടക്കൂല. ഭാര്യയോളം വിലയുള്ള മറ്റൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് സ്ത്രീധനം മേടിക്കാതെ മഹർ അങ്ങോട്ട് കൊടുത്ത് കല്യാണം കഴിക്കണം നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച വഴിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടു. റസൂലും മനുഷ്യനാണ്. റസൂലിന്റെ മനസ്സിലേക്ക് ആ പെണ്ണിങ്ങനെ പതിഞ്ഞു. പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെന്നു. സൗദാബിയുടെ അടുക്കലേക്ക് ചെന്നു. സൗദാബി കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്, ഭാര്യയാണ്. സൗദാബിയുടെ വീട്ടിൽ കയറി വാതിലടച്ചു. കുറച്ചു കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ കണ്ടു, മനസ്സിളകി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ പെണ്ണിന്റെ പുറകെ കമന്റ് അടിച്ച് നടക്കരുത്, വീട്ടിലേക്ക് ചെല്ലണം. വീട്ടിലേക്ക് ചെല്ലണം. അവിടെ ഭാര്യ ഉണ്ടല്ലോ. നീ കണ്ട പെണ്ണിന് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിന്റെ ഭാര്യയ്ക്കും ഉണ്ട്. അവിടെ ചെന്ന് കാര്യം നടത്തിയാൽ മതി. എത്ര കൃത്യമായിട്ടാണ് എത്ര കൃത്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയുന്നത്. ഒരു ലജ്ജയും അതിനകത്തില്ല. അപ്പോ ഇതിനൊരു വഴി വീട്ടിൽ ചെന്നാൽ ഇല്ലെങ്കിൽ, ഭാര്യ മരണപ്പെട്ടു പോയി, മക്കള് സമ്മതിക്കുന്നില്ല വിവാഹം കഴിക്കാൻ, ആ മനുഷ്യന് വേറൊരു വഴിയില്ല. അപ്പൊ അയാൾ തെറ്റിലൂടെ സഞ്ചരിച്ചാൽ ആരാണ് ഇതിന് ഉത്തരവാദി? തീർച്ചയായിട്ടും മക്കളാണ് ഉത്തരവാദി. അതുകൊണ്ട് സ്നേഹമുള്ള മക്കളെ, നിങ്ങൾ ഇതൊന്നും വിചാരിക്കേണ്ട. വാപ്പയ്ക്കൊരു കല്യാണം ആവശ്യമുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ തടസ്സം നിൽക്കാതിരിക്കുമെങ്കിലും വേണം. കാരണം ദാമ്പത്യ സംതൃപ്തിയാണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടി കയറി വരുന്നുണ്ട്. ഭാര്യയുടെ പരാതി, ബഹുമാനപ്പെട്ട ഖലീഫ, ഈ മനുഷ്യൻ എന്നെ ഒന്ന് വേർപ്പെടുത്തി തരണം, അത്രയും മതി, എനിക്കൊന്ന് തലാക്ക് കിട്ടണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം മനസ്സിലായി. പെണ്ണിന് ഇയാളെ ഇഷ്ടമല്ല. എന്താ ഇഷ്ടമല്ലായിരിക്കാൻ കാരണം? ഈ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ജടക്കുത്തിയ മുടി, പൊടിപുരണ്ട ശരീരം, വൃത്തിയില്ലാത്ത വസ്ത്രം. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ആ മനുഷ്യനോട് പറഞ്ഞു, നീ പോയി ഒന്ന് കുളിച്ച് ആ മുടിയൊക്കെ വെട്ടി നഖമൊക്കെ വെട്ടി വൃത്തിയായി വരാൻ വേണ്ടി പറഞ്ഞു. അയാള് വൃത്തിയായിട്ട് വന്നപ്പോൾ ഈ ഭാര്യയുടെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വിട്ടു. ഭാര്യയ്ക്ക് ആദ്യം മനസ്സിലായില്ല അതെന്റെ ഭർത്താവെന്ന് മനസ്സിലായില്ല, കാരണം രൂപ മാറിയിട്ടുണ്ടല്ലോ. പിന്നീട് പെണ്ണിന് മനസ്സിലായി എന്റെ ഭർത്താവാണ്, ഇയാൾ കുളിച്ചു വന്നതാണ്, നഖം വെട്ടി വന്നതാണ്, മുടി വെട്ടി വന്നതാണെന്ന് മനസ്സിലാക്കിയുള്ള ആ പെണ്ണ് അയാളെ കെട്ടിപ്പിടിച്ചിട്ട് ആലിംഗനം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ ആ മനുഷ്യനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി സുന്ദരിയാകാനും വൃത്തിയാകാനും നീ ഇഷ്ടപ്പെടുന്നില്ലേ? അതുപോലെ നീ വൃത്തിയാകാനും നിന്റെ ഭാര്യ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ദാമ്പത്യ സംതൃപ്തിയുടെ ഭാഗമാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനെ തിരുത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വിഷയം സബ്ജക്റ്റ് സംസാരിക്കേണ്ടി വന്നത് തന്നെ, ഇങ്ങനെയുള്ള പൊതുവിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും മക്കൾ തടസ്സം നിൽക്കാൻ പാടില്ല. വാപ്പയ്ക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാൻ വേണ്ടി മക്കൾ തയ്യാറാകണം. അത് വാപ്പയുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗം കൂടിയാണ്. ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് പറഞ്ഞു, ഒരാളെ കുറിച്ച് പറഞ്ഞു, നബിയെ ഫുലാനുൻ ആബിദ്, ഇന്നയാള് നല്ല ആബിദാണ് നബി എന്ന് പറഞ്ഞു, നല്ല ഇബാദത്തുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അവ മുസ്ലിമൻ, അയാൾ മുസ്ലിം ആയിരിക്കും, പക്ഷെ മുഅ്മിനാന്ന് പറയണ്ട. അപ്പൊ അയാൾ വീണ്ടും ആവർത്തിച്ചു, അല്ല നബിയെ നല്ല ഇബാദത്താണ് അയാൾക്ക്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവ മുസ്ലിമൻ, അയാൾ മുസ്ലിം ആയിരിക്കാം, മുഅ്മിൻ ആയിക്കൊള്ളുന്നില്ല. എന്താ കാരണം? എന്റെ റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ മുഅ്മിനാണോ എന്ന് അറിയാൻ ഭാര്യയോട് ചോദിക്കണം. മുസ്ലിം ആണെന്നോ നമുക്ക് പറയാം. നിസ്കാരം നോമ്പും കണ്ടിട്ട് ഒരാളെ കുറിച്ച് മുസ്ലിം ആണെന്ന് പറയാം, മുഅ്മിനാണോ എന്ന് പറയണമെങ്കിൽ ഭാര്യ പറയണം. ഒരാളുടെ ഈമാൻ പ്രകടമാകേണ്ടത്, ഈമാൻ എന്ന് പറയുന്നത് സൽസ്വഭാവമാണ്. സൽസ്വഭാവം പ്രകടമാകേണ്ടത് യഥാർത്ഥത്തിൽ വീട്ടിലാണ്, ഭാര്യയുടെ അടുക്കലാണ്. ഭാര്യയുടെ അടുക്കൽ ഒരിക്കലും അഭിനയിക്കാൻ കഴിയില്ല, കാരണം 24 മണിക്കൂറും അവിടെ ജീവിക്കുന്ന ആളാണ്. നമുക്ക് പൊതുമണ്ഡലത്തിൽ അഭിനയിക്കാൻ കഴിയും. എനിക്കിവിടെ അഭിനയിക്കാൻ കഴിയും, എന്റെ ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കാൻ കഴിയില്ല. എന്റെ യഥാർത്ഥം അവൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് എന്റെ ഈമാൻ അളക്കേണ്ടത് എന്റെ ഭാര്യയാണ്. അയാളെ മുസ്ലിം എന്ന് പറഞ്ഞോ മുഅ്മിൻ എന്ന് പറയേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ തിരുത്തി കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. വിവാഹം ഒരിക്കലും ഒരു മോശമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നാളെ ഹൗദുൽ കൗസറിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങൾ വരുമ്പോൾ ചില ആളുകളുടെ മുഖം മലക്കുകൾ പിടിച്ച് തിരിച്ചുവിടും. അവരോട് പറയും, നിങ്ങൾ ഹൗദുൽ കൗസറിലേക്ക് വരണ്ട, നിങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് ചില ആളുകളെ മാറ്റിവിടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആരാണത്? വിവാഹം കഴിക്കാത്ത ആൾക്കാരാണ്. വിവാഹം കഴിക്കാത്തവന് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം പോലും കൊടുക്കില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു ഭാര്യ മരിച്ചാൽ അതോടുകൂടി വിവാഹ ജീവിതം അവസാനിച്ചു എന്ന് മനസ്സിലാക്കേണ്ട. മരണാന്ത്യം വരെ, മരണം വരെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കൺസെപ്റ്റ്, കാഴ്ചപ്പാട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകൾ തിരുത്താനും ദീനിയായി ജീവിക്കാനും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും സമൂഹത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.